മാക്രിമുക്കിലെ മല്ലന്മാർ. ഒരു 2 സോഡ. അല്ല, മാക്രിമുക്കിലെ മല്ലന്മാരുണ്ടോരും കൂടി രാവിലെ തന്നെ ആളെ പറ്റിക്ക് ഇറങ്ങിയതാണോ? നല്ല തരികളും ഒപ്പിച്ചിട്ടുണ്ടോ? ഓ, നിനക്ക് ഞങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ. നിങ്ങളെ വെച്ച് നിങ്ങളെ കുറിച്ച് ബാക്കി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. മാക്രിമുക്കിലെ മല്ലന്മാരെ കുറിച്ച് അപവാദം പറയരുത്. നീ 2 സോഡ ഇങ്ങനത്തെ ആരും ധാരാളം പൈസ തരാം, എന്നിട്ട് മതി സോഡയൊക്കെ. ഞങ്ങൾ ഐശ്വര്യമായിട്ടൊരു കാര്യത്തിന് പോവുക. നാളെ ഞങ്ങൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ചേട്ടാ ഞങ്ങളുടെ ഒന്ന് ഒരു ചായ കുടിച്ചേച്ച് പോകും എന്ന് പറയാം. കാക്ക വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ? എടാ മോനെ, നല്ലൊരു നിലയിലെത്താൻ പോകുന്ന ഞങ്ങളെ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. എന്തിനാ ഒരു നില ആക്കുന്ന 2 നില ആയിക്കോട്ടെ. സ്വപ്നം കാണുന്ന ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. എനിക്ക് എന്റെ മറ്റേ ആശിക്കാം. ഞങ്ങൾ തരും. ഈ കാശില്ല, ഇതൊക്കെ തന്നെയാ ഗതി. വാ, ഇനി നമുക്ക് ഇവന്റെ കട കയറണ്ട. ഓ സാറേ, ഹൗസ് ബോട്ടാൽ ആളെ എത്തിച്ചു കൊടുക്കുന്നവർക്ക് ഒരുപാട് പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. ഏതായാലും എവിടെയെങ്കിലും പിടിച്ച് കയറി പറ്റിയേ മതിയാവും. പിടിച്ചു നോക്കാം, കയറുമെന്ന് നോക്കട്ടെ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. നമ്മളെ പാതി മാത്രമേ ഉള്ളതാണ് പോകുന്നത്. ദൈവമേ, മറ്റേ പാതി ഞങ്ങൾക്ക് തരണേ. ബോട്ട് വരുമെന്ന് തോന്നുന്നു. വാ, പെട്ടെന്ന് പോകാം. വാ, വന്നോ. നമസ്കാരം. നമസ്കാരം. പുതിയ ആളെപ്പിടുത്തക്കാരല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരാൾ പിടിക്കുന്ന ആളെ മറ്റേ ആള് പിടിക്കരുത്. ഇവിടുത്തെ നിയമമൊക്കെ അറിയാലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആള്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആള്. ഒരു സായിപ്പ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഒറ്റയാളാന്ന് തോന്നുന്നു. ഹലോ, വേർ ഈസ് ഹൗസ് ബോട്ട്? Come on. വാ, come on. ഇംഗ്ലീഷൊക്കെ അറിയാവോ? ഓ, പിന്നെ കുറേയൊക്കെ. Come on, welcome. What is your name? How are you? How old are you? ഇതൊക്കെ പറയും. മലയാളം മീഡിയത്തിൽ വിട്ടിട്ട് പോകാത്തോണ്ടാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാം. നമുക്കേ ഈ സാഹിബിനെ കൊണ്ട് ലാലുവിന്റെ ഹൗസ് ബോട്ടൊക്കെ മുറിച്ചു കൊടുക്കാം. എന്നാ അവരാരും അവരുടെ പോകാൻ. ലാലു തന്നെയാണല്ലോ പറഞ്ഞത്. അതാ പറഞ്ഞിട്ടെ. ഈ സാഹിബ് ഒരു ദരിദ്രവാസിയാണ്. കൂടെ ആരും ഫാമിലി ആയിട്ട് വന്നെങ്കിൽ നമുക്ക് ചെറിയ വെള്ളം വല്ല മതിയായിരുന്നു. എന്റെ ഇംഗ്ലീഷും സാഹിബിന്റെ ഇംഗ്ലീഷും ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം നീ മലയാളത്തിൽ അങ്ങോട്ട് സംസാരിക്കാൻ പഠിക്കും, എന്നിട്ട് മതി ഇംഗ്ലീഷിൽ പീച്ചാൻ. അങ്ങനെ പറയരുത്. മലയാളത്തിൽ എന്നെ തോപ്പിക്കാൻ എന്റെ സാറ് പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് വേണ്ട നിന്നെ തോപ്പിക്കാൻ. എന്ത് മനസ്സിലാക്കിയ നല്ല കാര്യമാണെന്ന് തോന്നുന്നു. ഇനി എന്തേലും പറഞ്ഞാൽ നമ്മൾ കേട്ടില്ല. അത് വേണ്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നിന് യെസ് അല്ലെങ്കിൽ നോ, അത് മതി. എവിടെയോ ഐശ്വര്യത്തിന്റെ ഒരു സേറം മുഴുവൻ. ഇവിടെ ഐശ്വര്യത്തിന്റെ സഹകരണമൊന്നും അല്ലാതെ അത് കായലിൽ കൂടെ സ്പീഡ് ബോട്ട് പോകുന്ന പോകുന്നു. പ്ലീസ് കം. നമുക്ക് ബാലിയിലോട്ട് സാറേ. അപ്പൊ ഞങ്ങൾ പാടി തുടങ്ങി. ആദ്യത്തെ ഗസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ സാറ് ചെയ്യും. വീട്ടുക്കന്മാരാണല്ലോ. ഇറങ്ങിയപ്പോ തന്നെ ആളെ ഒപ്പിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? ഒരു കാര്യം ചെയ്യും, നിന്നിടത്ത് തന്നെ പോയി നിൽക്കും. അപ്പം വേറെ ആളെയും കിട്ടും. നമുക്ക് വൈകുന്നേരം അതിന്റെ പേയ്മെന്റ് കാര്യം സംസാരിക്കാം. ഞങ്ങൾ പോയിട്ട് അടുത്ത ആളെ കൊണ്ട് വരാം.
വെളുപ്പാങ്കാലത്തെ പോകുന്നതാണല്ലോ നമ്മുടെ കെട്ടിയോന്മാര്. ഹൗസ് ബോട്ടിന് ജോലിക്കാന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാ. വഴിയിലെങ്ങാനും വല്ലവരുടെയും തല്ലും കൊണ്ട് കിടക്കുവാണോ എന്തോ. മല്ലന്മാരെന്ന പേരേ ഉള്ളൂ, എന്നും തല്ലുകൊള്ളാൻ അവരുടെ വിധി. കമ്മീഷൻ കിട്ടിക്കാണും. രണ്ടും കൂടെ മിക്കവാറും ആഘോഷിച്ചിട്ട് വരാനേ സാധ്യതയുള്ളൂ. ഡി, രണ്ടും കൂടെ ആടിപ്പാടി വരുന്നുണ്ട്. ലക്ഷണം കണ്ടിട്ട് എന്തോ തടഞ്ഞു പോലുണ്ട് കേട്ടോ. ഞങ്ങളിന്ന് ജോലി സ്റ്റാർട്ട് ചെയ്തു. ഇന്നേ ഒരു സാഹിബിനെ കിട്ടിയുള്ളൂ. പക്ഷെ ഞങ്ങൾ പണി പഠിച്ചു. എടേ നീ നോക്കിയോ, നാളെ മുതൽ ഈ മലയമായ പ്ലാനേമാണ്. നമ്പൂതിരി ബസ് ഓടിക്കാൻ പഠിച്ച പോലാണോ? അത് മനസ്സിലായോ? ഒരു ബെല്ലടിക്കുമ്പോ നിൽക്കുമെന്നും 2 ബെല്ലടിക്കുമ്പോൾ ബസ് ഓടുമെന്നും എത്രയോ തവണ നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് പിള്ളേരെ എന്നെ പോലും ഓർമ്മയില്ല. പിന്നെ ഈ കാര്യം ഓർക്കുന്നത് പഴയതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുക. അതൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കരുത്. ഞാനും പലതും മറക്കാൻ ശ്രമിക്കുക. കേട്ടോടി, എനിക്ക് എന്തോരം നല്ല ആലോചനകളൊക്കെ വന്നാന്നറിയോ? ഒടുവില് ഒരു മല്ലനെ കെട്ടി എന്റെ ജീവിതവും തുലച്ചു. തൽക്കാലം നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം, അല്ലെ അയൽ വീട്ടിലേക്ക് ഇത് പകരും. വാ മനുഷ്യ. നിങ്ങൾ എന്തോ പറയുന്നത് കേട്ടല്ലോ. ഞാനും വേണ്ടത് വെച്ചിട്ടാ. ഇല്ലെങ്കിൽ അയൽരാജ്യത്ത് ഇപ്പഴേ യുദ്ധം തുടങ്ങിയാലേ. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനെ പോലും സ്നേഹിക്കാനാ പറഞ്ഞേക്കുന്നത്. അയ്യോ, ഇവിടെ മിത്രത്തെ പോലും സ്നേഹിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോഴാ ശത്രുവിനെ സ്നേഹിക്കുന്നത്. ഇങ്ങോട്ട് വാ മനുഷ്യ. ഇടാ, നമുക്ക് ഓഫീസിൽ പോയി ലാലുവിന്റെ അടുത്ത് നിന്ന് ഉള്ള കാശ് മേടിച്ചുകൊണ്ട് നമുക്ക് പോകാം. എങ്കിലും ഒരു എനർജി ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നിട്ടേ കാശ് മേടിച്ചിട്ട് നമുക്കൊരു ചായ കുടിച്ച് പോവാം. ഓക്കെ, വാ പോയേക്കാം. നമസ്കാരം. രാവിലെ നിന്നെ കണ്ടിട്ട് വർക്ക് തുടങ്ങാന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നതാണ്. ഞാൻ നിങ്ങളെ കാണാനിരിക്കുവായിരുന്നു. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ ദരിദ്രവാസി സഹായിക്കണം? ആ പുള്ളിയുടെ കാശില്ലായിരുന്നു. പിന്നെ ഇവിടെ 50% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അയ്യോ, ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞങ്ങൾ ചിലതിനൊക്കെ ഞങ്ങൾ നോയും പറഞ്ഞു. ഞങ്ങൾക്ക് അറിയാൻ മേലാത്ത ഭാഷ പറഞ്ഞ് ഞങ്ങൾ എന്തോ ഒന്നുമില്ല. അയാൾ വേറെ ഒന്നും അല്ല ചോദിച്ചത്. ഹൗസ് ബോട്ടിന് 50% ഇളവാണോന്ന് ചോദിച്ചത്. ദൈവമേ, എല്ലാത്തിനും കയറി നിങ്ങൾ എസ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ എന്നാ ചെയ്താൽ? ആദ്യം പോയി കുറച്ച് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ രണ്ടുപേരും പോയി പഠിക്കും. അല്ലെ എനിക്ക് പണിയാവും. നീ വന്നതല്ലേ, അല്ല വണ്ടിക്കാശം മേടിച്ചോണ്ട് പോകാൻ നോക്കും. കിഴക്കുന്ന് വന്നതുമില്ല, ഒറ്റാടി കിടന്നതുമില്ല. വീട്ടിൽ നിന്ന് എന്തെല്ലാം ബെടായി പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഇനി എങ്ങനെ എന്ത് പറഞ്ഞു വീട്ടോടിക്കും? അതിലെന്താ തലവരമാണ്. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ടൗണിൽ പോയി സ്പോക്കൺ ഇംഗ്ലീഷ് ചെയ്യാം. അയ്യേ, നമുക്ക് പിള്ളേരുടെ കൂടെ നിന്ന് പഠിക്കൊന്നും വേണ്ട. നമുക്ക് ഓൺലൈൻ ക്ലാസ്. ഈയിടെ പൊട്ട ഓൺലൈൻ അല്ല, ഓൺലൈൻ ക്ലാസ്. അതെനിക്ക് അത് പോയേക്കാം.